ഹായ് എവരിവൺ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് 2D ട്രാൻസ്ഫോർമേഷൻ പ്രോബ്ലമാണ്. അപ്പോൾ അതിലെ ഫസ്റ്റ് പ്രോബ്ലം നമുക്ക് നോക്കാം. കൺസിഡർ എ ട്രയാങ്കിൾ അറ്റ് 2, 2, 10, 2 and 2, 10. Then perform the following transformation in succession and find the resultant vertices. അപ്പം താഴെ കൊടുത്തേക്കുന്ന ട്രാൻസ്ഫോർമേഷൻസ് പെർഫോം ചെയ്തിട്ടുള്ള റിസൾട്ടൻ്റ് വെർട്ടീസസ് കണ്ടുപിടിക്കാനായിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ റിസൾട്ടൻ്റ് വെർട്ടീസസ് കണ്ടുപിടിക്കാൻ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ താഴെ നമുക്ക് കുറച്ച് ട്രാൻസ്ഫോർമേഷൻസ് തരും. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് സ്കെയിൽ ഇറ്റ് വിത്ത് റെസ്പെക്ട് ടു 2/2 ബൈ സ്കെയിലിംഗ് ഫാക്ടർ 2/2. അപ്പോൾ ഇതൊരു ഫിക്സഡ് പോയിൻ്റ് സ്കെയിലിംഗ് ആണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. അപ്പം ആ ട്രയാങ്കിളിനെ നമ്മൾ സ്കെയിൽ ചെയ്യണം വിത്ത് റെസ്പെക്ട് ടു എ പോയിൻ്റ് 2 എന്ന് പറയുന്ന പോയിൻറ്റിനെ ബേസ് ചെയ്താണ് സ്കെയിൽ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ സ്കെയിലിംഗ് ഫാക്ടർ തന്നേക്കുന്നത് 2 ആണ്. Then rotate by 90 degree counter clockwise direction. So 90 degree counter clockwise direction ആണ് നെക്സ്റ്റ് ഓപ്പറേഷൻ പെർഫോം ചെയ്യേണ്ടത്. അപ്പോൾ റിസൾട്ടൻ്റ് വെർട്ടിസസ് കണ്ടുപിടിക്കാൻ പറയുമ്പോൾ എപ്പോഴും നമ്മൾ കോമ്പോസിറ്റ് ട്രാൻസ്ഫോർമേഷൻ ഓപ്പറേഷൻസ് ആണ് ഇവിടെ പെർഫോം ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം പുതിയ വെർട്ടിക്സ് കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് മെട്രിക്സ് ട്രാൻസ്ഫോർമേഷൻ ഇൻറ്റു പി ട്രയാങ്കിളിൻ്റെ മെട്രിക്സ് ആണ്. സോ വി ക്യാൻ റൈറ്റ് as p dash equal to r of 90 degree ഇൻറ്റു സ്കെയിലിംഗ് മെട്രിക്സ് ഇൻറ്റു പി. സോ ഇത് എടുക്കാനുള്ള കാരണം ഇങ്ങനെ നമ്പർ ഓഫ് ട്രാൻസ്ഫോർമേഷൻസ് തന്നു കഴിഞ്ഞാൽ നമ്മൾ എടുക്കേണ്ട ഓർഡർ റിസൾട്ടൻ്റ് വെർട്ടീസസ് ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഈ ട്രാൻസ്ഫോർമേഷൻ്റെ ഓർഡർ കോമ്പോസിറ്റ് ട്രാൻസ്ഫോർമേഷനിൽ നമ്മൾ എടുക്കുന്നത് ഡൗൺ ടു അപ്പ് ആയിരിക്കും. അതായത് ആദ്യം റൊട്ടേഷൻ ദെൻ സ്കെയിലിംഗ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആദ്യം റൊട്ടേഷൻ്റെ മെട്രിക്സ് ഇൻറ്റു സ്കെയിലിങ്ങിൻ്റെ മെട്രിക്സ് ഇൻറ്റു ഓരോ വെർട്ടെക്സിനെയും നമ്മൾ ഇതിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ. So first we need to find the scaling matrix. So scaling with respect to 2 by a scaling factor 2,2. അപ്പോൾ ഒബ്ജക്റ്റിനെ സ്കെയിൽ ചെയ്യണം. അപ്പോൾ സ്കെയിലിംഗ് മെട്രിക്സ് സ്കെയിലിംഗ് വിത്ത് റെസ്പെക്ട് ടു എ ഫിക്സഡ് പോയിൻ്റ് വരുന്ന മെട്രിക്സ് എന്താണെന്ന് നമുക്കറിയാലോ. SX 0 XF ഇൻറ്റു 1 മൈനസ് SX 0 SY YF ഇൻറ്റു 1 മൈനസ് SY 0 0 1. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്കെയിലിങ്ങിൻ്റെ മെട്രിക്സ്. സോ ഈ മെട്രിക്സിൽ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നേക്കുന്ന XF YF എന്ന് പറയുന്നത് സ്കെയിലിംഗ് ഫാക്ടേഴ്സ് XF, YF എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ ഈ ഒരു പോയിൻറ്റിനെ ബേസ് ചെയ്ത് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ആ സ്കെയിലിംഗ് ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ. അതുപോലെ തന്നെ തന്നേക്കുന്ന സ്കെയിലിംഗ് ഫാക്ടേഴ്സ് SX SY എന്ന് പറയുന്നത് 2,2 ആണ്. ഓക്കെ. അപ്പോൾ ഇത് ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് സ്കെയിലിങ്ങിൻ്റെ മെട്രിക്സ് ഇങ്ങനെ കിട്ടും. 2 0 -2 0 2 -2 0 0 1. ഓക്കെ. നെക്സ്റ്റ് നമ്മൾ കണ്ടുപിടിക്കുന്ന റൊട്ടേഷൻ്റെ മെട്രിക്സ് ആണ്. കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലെ റൊട്ടേഷൻ മെട്രിക്സ് എന്ന് പറയുന്നത് cos 90 മൈനസ് sin 90 0 sin 90 cos 90 0 0 0 1. സോ 90 cos 90 നമുക്കറിയാം 0 sin 90 1 ആണ്. സോ മൈനസ് 1 വരും. ദെൻ 0 1 0 0 0 0 1. അപ്പോൾ ഇതാണ് നമ്മുടെ റൊട്ടേഷൻ മെട്രിക്സ്. ഓക്കെ. ഇതിൽ നിന്ന് നമുക്ക് നമ്മുടെ കോമ്പോസിറ്റ് മെട്രിക്സ് എഴുതാം. R of 90 ഇൻറ്റു S ഓഫ് സ്കെയിലിങ്ങിൻ്റെ മെട്രിക്സ് ഇൻറ്റു ഒറിജിനൽ നമ്മുടെ വെർട്ടിസസുകൾ. സോ റൊട്ടേഷൻ്റെ മെട്രിക്സ് 0 -1 0 1 0 0 0 0 1 അതും അതുപോലെ തന്നെ സ്കെയിലിങ്ങിൻ്റെ മെട്രിക്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഈ ഒരു മെട്രിക്സ് ആണ് നമ്മുടെ കോമ്പോസിറ്റ് മെട്രിക്സ് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു കോമ്പോസിറ്റ് മെട്രിക്സിനെ നമ്മുടെ ഒബ്ജക്റ്റിൻ്റെ ഓരോ വെർട്ടിസസുമായിട്ട് എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം. ആദ്യം കോമ്പോസിറ്റ് മെട്രിക്സ് നമ്മൾ ആദ്യം എടുക്കുന്ന പോയിൻറ്റ് 2 2 എന്ന് പറയുന്ന പോയിൻ്റാണ്. സോ 2 2 1 എന്ന് പറയുന്ന വെർട്ടെക്സിനെ നമ്മൾ ഈ കോമ്പോസിറ്റ് മെട്രിക്സുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ -2 2 1. അതുപോലെ തന്നെ അടുത്ത പോയിൻ്റ് ട്രയാങ്കിളിൻ്റെ രണ്ടാമത്തെ പോയിൻ്റ് 10 2 അതിനെയും നമ്മൾ ഈ കോമ്പോസിറ്റ് മെട്രിക്സുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വി ഗെറ്റ് -2 18 1. ദെൻ മൂന്നാമത്തെ പോയിൻ്റ് മൂന്നാമത്തെ വെർട്ടെക്സ് എന്ന് പറയുന്നത് 2 10 ആണ്. സോ നേരത്തെയുള്ള കോമ്പോസിറ്റ് മെട്രിക്സിനെ 2 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വി ഗെറ്റ് -18 2. ഓക്കെ. അപ്പോൾ നമുക്ക് ഫൈനൽ ട്രാൻസ്ഫോർമേഷൻ കഴിയുമ്പോഴത്തേക്കും 2 2 എന്ന് പറയുന്ന പോയിൻ്റ് ട്രാൻസ്ഫോം ടു -2 2 എന്ന് പറയുന്ന ലൊക്കേഷനിലേക്കാണ് ട്രാൻസ്ഫോം ചെയ്യുന്നത്. -2 2 എന്ന് പറയുന്ന ലൊക്കേഷനിലേക്ക് ട്രാൻസ്ഫോം ആകും. അതുപോലെ തന്നെ 10 2 എന്ന് പറയുന്ന പോയിൻ്റ് -2 18 എന്ന് പറയുന്ന ലൊക്കേഷനിലേക്ക് ട്രാൻസ്ഫോം ആവും.
210 എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെ മൂന്നാമത്തെ പോയിൻ്റ് -18 2 എന്ന് പറയുന്ന ലൊക്കേഷനിലേക്ക് ട്രാൻസ്ഫോം ആകും. സോ ഇതായിരുന്നു നമ്മുടെ ഒറിജിനൽ ട്രയാങ്കിൾ എന്ന് പറയുന്നത് 2 10 2 2 10 2 എന്ന് പറയുന്ന ആ ഒരു ട്രയാങ്കിൾ. അപ്പോൾ ആ ട്രയാങ്കിളിനെ ആദ്യം സ്കെയിലിംഗ് വിത്ത് റെസ്പെക്റ്റ് ടു 2 ചെയ്യുമ്പോൾ സ്കെയിലിംഗ് വിത്ത് റെസ്പെക്റ്റ് ടു എ ഫിക്സഡ് പോയിൻ്റ് ആണ്. അപ്പോൾ ഈ പോയിൻ്റ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ട്രയാങ്കിളിനെ സ്കെയിൽ ചെയ്യുന്നത്. സോ ഈ പോയിൻറ്റിന് ചേഞ്ച് ഉണ്ടാവില്ല. ഈ പോയിൻ്റ് എന്ന് പറയുന്നത് 2 2 തന്നെ ആയിരിക്കും. ദെൻ വി നീഡ് ടു ഫൈൻഡ് ഔട്ട്. അപ്പോൾ ഇതിൽ നമുക്കറിയാം ഇതിൻ്റെ y കോർഡിനേറ്റ് 2 തന്നെ ആയിരിക്കും, ഇതിൽ x കോർഡിനേറ്റ് 2 തന്നെ ആയിരിക്കും. അപ്പോൾ അതിനെ സ്കെയിലിംഗ് ചെയ്യും, അതുപോലെ തന്നെ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെയും കിട്ടും. അപ്പോൾ നമ്മൾ ആക്ച്വലി കോമ്പോസിറ്റ് ട്രാൻസ്ഫോർമേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്നത് ഈ ഫൈനൽ റിസൾട്ടാണ്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ എടുക്കുന്ന ഓർഡർ എന്ന് പറയുന്നത് റൊട്ടേഷൻ ഇൻറ്റു സ്കെയിലിംഗ് ആണ്. അപ്പോൾ ഈ ട്രയാങ്കിളിലേക്ക് റൊട്ടേഷനും സ്കെയിലിങ്ങും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള കോമ്പോസിറ്റ് മെട്രിക്സ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഈ ട്രയാങ്കിളിനെ ഫൈനൽ ട്രാൻസ്ഫോർമേഷൻ ചെയ്തിട്ടുള്ള റിസൾട്ടായിരിക്കും കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ട്രയാങ്കിളിൻ്റെ ഈ ഒരു പോയിൻ്റ് എന്ന് പറയുന്ന -2ഉം 2ഉം ദെൻ ആ ട്രയാങ്കിളിൻ്റെ നെക്സ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കണം. അതെന്ന് പറയുന്നത് -18 2 ആയിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് -2, 18 ആയിരിക്കും. ഓക്കെ, അപ്പോൾ കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ പെർഫോം ചെയ്ത് കഴിയുമ്പോൾ ട്രയാങ്കിളിനെ നമുക്ക് ഈ പോയിൻറ്റിലേക്കായിരിക്കും ട്രാൻസ്ഫോം ചെയ്ത് കിട്ടുന്നത്.